ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 84 5, 6, 7 വാക്യം. സങ്കീർത്തനങ്ങൾ 84 5, 6, 7 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴങ്ങിയാൽ അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുന്നിൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ചെന്നു ചേരും, ദൈവസന്നിധി ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവി തരണമേ. വിശുദ്ധ തിരുവഴുത്തിൽ നാം ആദിയോടന്തം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ്. അവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ തകർന്നു പോയ ചരിത്രം ഇന്നുവരെ ഭൂതലത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്തൊക്കെ പ്രാർത്ഥിക്കുമോ അതിനൊക്കെ വ്യക്തമായി മറുപടി തന്ന സർവശക്തനായ ദൈവം നിങ്ങളെ നടത്തുവാൻ മനസ്സുള്ളവനാണ്. പക്ഷെ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ശുഭഭാവി നമ്മിൽ വരാത്തതിൻ്റെ കാരണം സ്തോത്രം, നാം പ്രാർത്ഥിക്കുന്നുവെങ്കിലും നാം പലപ്പോഴും ആ പ്രാർത്ഥിക്കുന്ന വിഷയം വിശ്വസിക്കുന്നില്ല. എന്നാൽ വ്യക്തമായി പറയട്ടെ, യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വ്യക്തമായി ഞാൻ കൂടെ പറയട്ടെ, കർത്താവ് നിന്നോട് പറഞ്ഞ കാര്യം അതുപോലെ ഏറ്റെടുത്ത് ആമേൻ പറയുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. വ്യക്തമായി ഒന്നുകൂടി പറയട്ടെ, യേശു കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ദേശത്തിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പോകുന്ന നിന്റെ കൂടെ സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. സ്വന്തം വചനം വ്യക്തമായി പറയുന്ന ഇങ്ങനെയാണ്, നിനക്ക് മുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കും, അവൻ പോയി നിനക്ക് വഴിയൊരുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 23-20 വാക്യം നമ്മൾ പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും, സ്വത്രം നിന്റെ മുൻപിലുള്ള അമോര്യ ഹിത്യ ഫെലിസ്ത്യ ശക്തികളെ ഞാൻ നിർമൂലമാക്കി നിനക്ക് ജയം തരും. സ്വത്രം നമുക്ക് കർത്താവ് ജയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി അവൻ നിന്റെ ആഗ്രഹത്തെ സത്യമാക്കി തരും. നമുക്ക് രോഗം ബാധിച്ച് ജീവിതത്തിൽ മറ്റുള്ള മുൻപിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത നയമാൻ, ഹൃദയത്തിന്റെ വേദനയുമായി തന്റെ ഭവനത്തിനകത്ത് നിരാശയോടിരിക്കുമ്പോൾ സ്വന്തം ഭാര്യ പോലും തന്നെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് അടിമ പെൺകുട്ടിയായ ആ സഹോദരി വന്ന് പറയുകയാണ്, അല്ലയോ യജമാനനെ, നിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ടിട്ട് എന്റെ ഉള്ളം പിടയ്ക്കുന്നു. നീ ഒരു കാര്യം ചെയ്, ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, നീ അവന്റെ അടുക്കൽ പോയാൽ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിന്റെ രോഗം സൗഖ്യമാക്കും. നോക്ക് നാം നിരാശപ്പെടുമ്പോൾ, നാം മനം കലങ്ങിയിരിക്കുമ്പോൾ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് ഓർത്ത് നാം ഭാരപ്പെടുമ്പോൾ, നാം പോലും അറിയാത്ത ചില വഴികൾ സ്വർഗം നമ്മുടെ മുമ്പാകെ തുറന്നു തരുന്നുവെങ്കിൽ വിശ്വസിക്കുക കുഞ്ഞെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിയുന്നുണ്ട്, നിന്റെ ആഗ്രഹത്തെ അവൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാണുന്ന ദൈവത്തെ, നിന്നെ അറിയുന്ന ദൈവത്തെ, നീ ആശ്രയിക്കുന്ന ദൈവത്തെ പൂർണ്ണമായി നീ അവനെ മുറുകെ പിടിക്കുക. നിന്റെ ജീവിതത്തിൽ നീ മഹത്വം കാണും. നിന്നെ പരിഹസിച്ചവർ, നിന്നെ കുറ്റം പറഞ്ഞവർ, നിന്നെ നിന്ദിച്ചവർ, മറ്റു നിർത്തിയവരെല്ലാം നിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, നിന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ, നിന്നെ ഉയർത്തിയ ദൈവത്തെ, നിന്നെ കരുതിയ ദൈവത്തെ, നിന്നെ ഇത്തരത്തിൽ കൊണ്ടുവന്ന ദൈവത്തെ ഞങ്ങൾക്കും വേണം. പ്ലീസ്, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ നയമാന്റെ ജീവിതത്തിൽ വചനം പറയുന്ന 5-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം പറയുന്നത് എങ്ങനെയാണ്? സ്വത്രം അവൻ മാന്യനായിരുന്നു, മഹാനായിരുന്നു, രാജാവിന് പ്രിയപ്പെട്ടവനായിരുന്നു, രാജ്യത്തിന് ജയം നേടിക്കൊടുത്തവനായിരുന്നു, സകലതും സർവവും അവനിൽ അടങ്ങിയിരിക്കുന്ന രാജ്യത്തിന്റെ സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ നയമാൻ. സ്വത്രം വ്യക്തമായി പറയട്ടെ, ഇത്രയും ക്വാളിറ്റിയുള്ള മറ്റൊരു വ്യക്തിയെ തിരുവഴുത്തിൽ പറയുന്നില്ല. എന്നാൽ പക്ഷേ ആ ക്വാളിറ്റി എല്ലാം അവനുള്ളപ്പോൾ തന്നെ അവനൊരു വലിയ കുറവുണ്ടായിരുന്നു. സ്വത്രം വ്യക്തമായി പറയട്ടെ,
ഈ ലോകത്ത് ദൈവം നമ്മെ ആക്കി വെക്കുമ്പോൾ, സ്വത്രം നാം ആഗ്രഹിക്കുന്ന മഹത്വം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഒരുങ്ങുമ്പോൾ ഓർക്കണം, നമ്മുടെ ബുദ്ധി കൊണ്ട് നാം നേടുന്ന പലതും പരാജയപ്പെടാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ദൈവമേ, ഞാൻ പരാജയപ്പെടരുത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറ്റുള്ള മുമ്പിൽ തകർന്നു പോകാൻ അനുവദിക്കരുത്. നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ പിൻപിൽ ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കും. നോക്ക്, നയമാൻ തൻ്റെ ജീവിതത്തിൽ നോക്ക്, ആ രാജ്യത്തിൻ്റെ എല്ലാ പരമോന്ന അധികാരങ്ങളും അംഗീകാരങ്ങളും ഉണ്ടായിട്ടും അവൻ കുഷ്ഠരോഗി ആയതുകൊണ്ട്, അവനിൽ ബാധിച്ചിരുന്ന രോഗം അവനെ സമൂഹത്തിനും അത് നിർത്താൻ കഴിയാത്ത ഒരു അനുഭവമായതുകൊണ്ട്, അവൻ്റെ മാനസിക തകർച്ചയിൽ ആ പെൺകുട്ടി അവൻ ആശ്വാസമായെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, കുഞ്ഞെ, മാതാവേ, പിതാവേ, നിന്റെ തകർച്ചയിൽ ആരും നിന്നെ കണ്ടില്ലെങ്കിലും, ആരും നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ലെങ്കിലും, ആരും നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ, നീ ആഗ്രഹിക്കുന്ന സന്തോഷം പൂർണ്ണമാകും. ലോകത്തിൽ മറ്റാര് ചേർത്ത് പിടിച്ചാലും നിന്റെ കരത്തിലെ നന്മ കുറയുമ്പോൾ, നിന്റെ ബലം കുറയുമ്പോൾ, നിന്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിന്നെ ഇട്ടേച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ച് പോകത്തില്ല. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിൻ്റെ കരത്തിൽ ആര് ഇരുന്നിട്ടുണ്ടോ അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. യേശു ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ആര് യാത്ര ചെയ്തിട്ടുണ്ടോ അവർ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. നോക്ക്, നയമാൻ എല്ലാവരും പറഞ്ഞ് താനത്ര മഹാനും മാന്യനുമാണെന്ന് പറഞ്ഞിട്ടും തനിക്ക് ജനത്തിന് മുമ്പ് നിൽക്കാൻ കഴിയുന്നല്ലോ ഓർത്ത് നയമാൻ നിരാശപ്പെടുമ്പോൾ, നോക്ക്, ആ പെൺകുട്ടി അവൾ ആരെന്നറിയാമോ? ഒരു യഹൂദ പെൺകുട്ടിയാ. അവൾ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാ. കുഞ്ഞെ, ലോകത്തിൽ പലർക്കും ദൈവമഹത്വം കാണാൻ കഴിയാതെ ഇരിക്കുമ്പോൾ വ്യക്തമായി പറയട്ടെ, നീ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണോ? നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദൈവമഹത്വം കണ്ടിട്ടുള്ള വ്യക്തിയാണോ? അങ്ങനെ നിന്റെ ദൈവത്തെ നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടുമ്പോൾ നിന്റെ നിന്ന മാറും. നീ ദേശത്ത് അംഗീകരിക്കപ്പെട്ടവനായി തീരും. നിന്റെ കുടുംബത്തിനകത്ത് നന്മ ഒഴുകിയെത്തും. കുഞ്ഞെ, വ്യക്തമായി തിരിച്ചറിയാൻ ശ്രമിക്ക്. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവരുന്ന നിരാശപ്പെടുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നീ ഒരിക്കലും ദൈവസന്നിധിയിൽ ദൈവകൃപ വിട്ട് പിന്മാറാൻ ഇടയാവരുത്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ആമേൻ പറ. നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ കാണും. അപ്പൻ പറയും, അമ്മ പറയും, കൂടപ്പിറപ്പുകൾ പറയും, അവനെ ഒന്നിനും കൊള്ളത്തില്ല, അവളെ ഒന്നിനും കൊള്ളത്തില്ല, അവൾക്കൊരു കഴിവുമില്ല, അവൾക്ക് ജ്ഞാനമില്ല, അവൾക്ക് എല്ലാവരെ പോലെ കഴിവുകളില്ല. സുഞ്ഞെ, നിനക്ക് ഇല്ല ഇല്ല എന്ന് ലോകം പറയുമ്പോൾ നീ അത് അവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കല്ല വേണ്ടത്. നിന്റെ തല ഉയർത്തി നീ ദൈവത്തിലേക്ക് നോക്കണം. അപ്പ, എല്ലാവരും എന്നെ കുറ്റം പറയുന്നപ്പ, അപ്പ എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നപ്പ, നീ എന്നെ ഉയർത്തുവാൻ കഴിയുമല്ലോ, എനിക്ക് എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് യേശുപ്പന്റെ സന്നിധിയിൽ നീ മുഴങ്കാലുമടക്കി ഒന്ന് കരയാൻ തയ്യാറുണ്ടെങ്കിൽ വ്യക്തമായി പറയട്ടെ, സ്വർഗീയ ബലം നിന്റെ മേലിറങ്ങും. സ്വത്രം, അവരെക്കാൾ ശ്രേഷ്ഠകരമായി സ്വർഗം നിങ്ങളെ ഉയർത്തും. തലകുനിച്ചു നിന്ന നയമാൻ സ്വത്രം അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും ഒരു പൊതുജനമധ്യത്തിൽ നിൽക്കാൻ കഴിയത്തില്ലല്ലോ നോർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി തൻ്റെ ഭവനത്തിനകത്ത് നിരാശയോടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് പറയുകയാണ്, പ്രാർത്ഥിച്ചാൽ മാറാത്ത രോഗമൊന്നുമില്ല. സ്വത്രം, പ്രാർത്ഥിച്ചാൽ മാറാത്ത രോഗമില്ല. അതിന് ഏലിശ പ്രവാചകൻ അടുക്ക ചെല്ലണം. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമ്മളും പറയും, പിന്നെ മരുന്ന് കൊണ്ട് കഴിയാത്തതാണ് ഇനി പ്രാർത്ഥിച്ചാൽ കഴിയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് എത്ര രോഗം മാറിയിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറിയില്ല, പിന്നെ ഇനിയിപ്പം എന്നടുത്ത് ചെന്നാലേ അത് മാറത്തുള്ളൂ. വെറുതെ ചുമ്മാതെ കളിപ്പിക്കാൻ പറയുക. സ്വത്രം ഇല്ല കുഞ്ഞെ, എൻ്റെ കർത്താവ് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നീ ദൈവസനിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുമില്ല, എൻ്റെ ഈ രോഗത്താൽ ഞാൻ നശിച്ചു പോകത്തെ ഉള്ളെന്ന് പറഞ്ഞ് നീ നെടുവേർപ്പെട്ട് ഏകനായി മാറിയിരുന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞ്, നിന്റെ ഹൃദയത്തിന്റെ വേദന സ്വർഗം കണ്ടിട്ടുണ്ട്. സ്വത്രം. പക്ഷേ എന്തുകൊണ്ടെന്നറിയാമോ അതിന് പലപ്പോഴും മറുപടി വരാത്തത്? നീ ആവശ്യക്കാരനായി ദൈവസന്നിധി ചെല്ലാത്തത് കൊണ്ടാണ്. സ്വത്രം. നീ ആവശ്യഭാരത്തോടെ ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ നീ കാണുന്ന മഹത്വം ലോകം കാണും. സ്വത്രം. നിന്റെ ദൈവത്തെ ലോകം തിരിച്ചറിയും. വ്യക്തമായി പറയട്ടെ, നയമാൻ ആ കുഞ്ഞ് പറഞ്ഞത്
കേട്ടിട്ട് നോക്ക്, അവൻ ഒരിക്കലും പുറകോട്ട് പോയില്ല. അവൻ ആ പ്രവാചകനെ കാണുവാനായി സ്വത്രം പ്രവാചകന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവന്റെ ബുദ്ധി ഒന്ന് പ്രവർത്തിച്ചു. കുഞ്ഞെ, ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ഈ പുസ്തകം ചുമന്നാൽ നീ ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണത്തില്ല. ദൈവത്തിന്റെ കൃപയിൽ നീ ആശ്രയിച്ചിട്ട് നീ ഈ വചനം ചുമന്നു നോക്ക്. നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും സ്വർഗം കൊണ്ടെത്തിക്കും. നോക്ക്, അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ രാജാവിന്റെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങിച്ച് ഏലീശ പാർക്കുന്ന പട്ടണത്തിലെ രാജാവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നു. സ്വത്രം നോക്ക്, ആ പെൺകൊച്ചു പറഞ്ഞത് എന്തുവാ? പ്രവാചകന്റെ അടുക്കൽ ചെല്ലാൻ. ഈ നയമാൻ എവിടെ പോയി? സ്വത്രം ആ രാജ്യം വാഴുന്ന രാജാവിന്റെ അടുക്കൽ. കുഞ്ഞെ, സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലും സഹായിപ്പാൻ കഴിയാത്ത പ്രമാണിമാരിലും മനുഷ്യനിലും നീ ആശ്രയിച്ചാൽ നീ തോറ്റുപോകത്തേ ഉള്ളൂ. എന്നാൽ നിന്നെ നീയാക്കി ഈ ഭൂതലത്തിൽ നിനക്ക് വേണ്ടതെല്ലാം തന്ന് കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിന്നെ കരുതി നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്വത്രം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും അവയുടെ നടുവിൽ നിന്ന് സ്വർഗം നിന്നെ വിടുവിക്കുന്നു. വ്യക്തമായി ഈ പകൽക്കാലം പറയട്ടെ, വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചാൽ ഒരു അന്ധകാര ശക്തിയും അതിന്റെ മുമ്പ് നിൽക്കത്തില്ല. ഒരു വിളിച്ചു നിർത്തുന്ന ശക്തിയും അതിന്റെ മുമ്പ് നിൽക്കത്തില്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവനായി പുറത്തു വരും. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പിശാച് നിന്റെ മുമ്പ് തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഒരു ആമേൻ പറയാമെങ്കിൽ പറ. സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. നോക്ക്, നയമാൻ രാജാവിന്റെ അടുക്കൽ രാജാവ് കൊടുത്ത എഴുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ആ രാജാവിന് നയമാനോട് സ്നേഹമല്ല തോന്നിയത്. പകരം നയമാൻ യുദ്ധതന്ത്രം മെനയുവാൻ രാജ്യത്തെ ശൂന്യത കാണാൻ വേണ്ടി വന്നതായെന്ന് പറഞ്ഞ് അവനെ ആട്ടി അവിടെ ഇറക്കി വിടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞെ, ദൈവസന്നിധി പോകാൻ പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനോടും ചോദിക്കാതെ ദൈവസന്നിധി ചെല്ലണം. സ്വത്രം ചെന്നിട്ട് നിന്റെ സങ്കടം നീ മനുഷ്യരോടല്ല പറയേണ്ടത്, ഉള്ളു തുറന്ന് സർവശക്തനായ ദൈവത്തോട് പറയണം. വ്യക്തമായി പറയട്ടെ, ആ സ്വർഗത്തിലെ ദൈവം നിന്റെ ഉള്ളിന്റെ ഉള്ളറൽ ആഗ്രഹമറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വ്യക്തമായി നിങ്ങളോട് പറയാം, ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനമാണ് സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നീ ആഗ്രഹിക്കുന്നത് നിനക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ആശ്രയം മുഴുവനും ലോക മനുഷ്യല്ല. സ്വത്രം ആ ലോക മനുഷ്യൽ ആശ്രയിച്ചിട്ട് ഒടുവിൽ നീ ലോകത്തിൽ കാണുന്നതിന്റെ പിന്നാലെ പോകും. കൊണ്ടുവച്ചടുത്തിരിക്കുന്ന തുണ്ട ദൈവമല്ല ഞാൻ ഉയർത്തുന്ന സത്യദൈവം. അവൻ സകലത്തെ ഉരുവാക്കിയവൻ, നിനക്ക് ജീവൻ തന്നവൻ, നീ ഇന്നുവരും ജീവിപ്പാൻ നിനക്ക് കൃപ തന്നവൻ, നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഭൂതലത്തിൽ യാത്ര ചെയ്യാൻ സഹായിച്ചവൻ, അവനത്രേ ഞാൻ ഉയർത്തുന്ന യേശു കർത്താവ്. ആ കർത്താവിനോട് കൂടെ നീ നിന്നാൽ കർത്താവ് നിന്റെ കൂടെ നിൽക്കും. അങ്ങനെ കർത്താവ് നിന്റെ കൂടെ നിന്നാൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോകുന്ന എന്തുകൊണ്ടെന്ന് ചിന്തിച്ചാൽ നാം ലോകത്തിൽ ഉള്ളത് പലപ്പോഴും നാം ശ്രദ്ധിക്കുന്നു. സ്വത്രം നാം ലോകത്തിലുള്ളതിൻ്റെ പിന്നാലെ പലപ്പോഴും നമ്മുടെ മനസ്സും കണ്ണും പായിക്കുന്നു. വ്യക്തമായി പറയട്ടെ, ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ അനുഗ്രഹം ആർക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥിച്ചിട്ടില്ലേ എൻ്റെ കുഞ്ഞ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന്? നീ പ്രാർത്ഥിച്ചിട്ടില്ലേ എൻ്റെ കൂട്ടാളി എല്ലാ കാലത്തും ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിക്കണമെന്ന്? കുഞ്ഞ്, ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. പക്ഷെ നീ ദൈവസന്നിധിയിൽ നിൽക്കാതെ പോകുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ നീ പലപ്പോഴും നിൽക്കാത്തത് കൊണ്ട് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ല. വ്യക്തമായി ഈ പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരൊക്കെ എതിര് നിന്നാലും, ഭരണാധികാരികൾ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, ദേശത്ത് പ്രമാണിമാർ നിന്റെ കുഞ്ഞുങ്ങളെയും ആ ദേശത്തുനിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞാലും, നിന്റെ രോഗം മാറത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും, നിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് നിന്റെ കൂടപ്പിറപ്പുകൾ പറഞ്ഞാലും, കുഞ്ഞ് നീ പറയണം, യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന്. ഭോപിശാച എന്ന് പറയുവാൻ നിന്റെ നാവ് ചലിക്കുമെങ്കിൽ അസത്യമെന്ന് പറയുന്ന മേഖലയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വ്യക്തമായി ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ആ നയമാനെ ആ രാജാവ് ആട്ടി പുറത്താക്കിയെങ്കിൽ നയമാന്റെ കൂടെ പോയ സ്വത്രം തന്റെ പരിഹാരകൻ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. അവന് ദൈവത്തിലല്ല വിശ്വാസം
വിശ്വാസം? ആ പെൺകുഞ്ഞ് പറഞ്ഞ വാക്കിലാ വിശ്വാസം. നോക്ക്, നീ കേൾക്കുന്നത് ദൈവവചനമാണെങ്കിൽ പിന്നെ മനുഷ്യൻ പറയുന്നത് കേൾക്കരുത്. നീ വിശ്വസിച്ചിരിക്കുന്നത് നിന്നെ രക്ഷിച്ച യേശുവിലാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ ചിന്തയ്ക്ക് നീ ഇടം കൊടുക്കരുത്. സ്വത്രം, നീ ചോദിക്കുന്നതിൽ, ചിന്തിക്കുന്ന, നനയ്ക്കുന്നതിൽ ഉപരിയായി നിന്റെ ഉള്ളിന്റെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാ കുഞ്ഞെ. നീ ആരാധിക്കുന്ന യേശു കർത്താവ്, ആ കർത്താവ് നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, യേശുപ്പൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടുള്ളതല്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയതല്ല. അവൻ സ്വർഗീയ കലവറ തുറന്ന് നിനക്ക് മതി വരുവോളം തന്നു നിറയ്ക്കുന്ന ദൈവമാ. ആ ദൈവത്തിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയം വെച്ചാൽ, അവന്റെ വചനം പറയുന്നതനുസരിച്ച് നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ, അവനോട് ആലോചന ചോദിച്ചുകൊണ്ട് നീ മുൻപോട്ട് ചുവട് വെച്ചാൽ, നീ പോകുന്ന വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തികളും നിന്നെ തകർക്കുമെന്ന് പറയുന്ന ദേശാധിപതി പോരുകളും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ സ്വർഗം അനുവദിക്കത്തല്ല കുഞ്ഞെ. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത് വ്യക്തമായി കേൾക്കണമേ. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവനതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നയമ്മാന്റെ ഹൃദയത്തിനകത്ത് വേദന അവനെ വല്ലാതെ കടന്നു പിടിച്ചു. ഇനി ഞാൻ എന്തു ചെയ്യും? ഇനി എങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ അവരെന്നെ എങ്ങനെ കാണും? ഈ രോഗം കാരണം എനിക്ക് ആരുടെയും മുമ്പിലൊന്നും നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഭാര്യ പോലും എൻ്റെ അടുത്ത് വരാൻ മടിക്കുന്നു. സ്വത്രം നോക്ക്, വ്യക്തമായി പറയട്ടെ, തേങ്ങുന്ന നിന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ ലോകത്തിൽ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ യേശു കർത്താവ് കണ്ട് അതിന് തക്ക സമയത്ത് മറുപടി തരും കുഞ്ഞെ. നീ വീണ് കിടക്കുന്നോർത്ത് നീ അവിടെ കിടക്കരുത് കുഞ്ഞെ. നിന്നെ ആരെങ്കിലും തള്ളിയിട്ടെന്നോർത്ത് അവരെ കുറ്റം പറയല്ല കുഞ്ഞെ. എന്നെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരുവനുണ്ട്, അവനത്ര ഞാൻ സേവിക്കുന്ന എൻ്റെ യേശു കർത്താവ്. കർത്താവെ, ഈ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ അങ്ങയ്ക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ കുഞ്ഞ്, ഈ നല്ല പകലിൽ ഞാൻ പറയട്ടെ, നീ ഉയർച്ച പ്രാപിക്കും. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവർ നിന്റെ മുമ്പ് തകർന്നു വീഴുന്നത് നീ കാണും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, തൻ്റെ പരിചാരകൻ പറയുമാണ്, നോക്ക് യജമാനനെ, ആ കുഞ്ഞു പറഞ്ഞത് പ്രവാചകന്റെ അടുക്കൽ പോകാനാ. സ്വത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാരം ചുമന്നുകൊണ്ട് മനുഷ്യ ദൈവങ്ങളുടെ അടുക്കലേക്ക്, മനുഷ്യൻ കൊണ്ടുവച്ചിരിക്കുന്ന ധൂപക്കൂടുകളുടെ അടുക്കലേക്ക്, തെരുവിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന വഞ്ചിക്കുറ്റികളുടെ അടുക്കലേക്ക് ചെന്ന് നമ്മൾ പറയുന്ന പല വാക്കുകളും, സ്വത്രം, ആ കല്ലുകൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. സ്വത്രം എന്ന് പറഞ്ഞാൽ ആ കല്ലിനകത്ത് അടിച്ച് തിരിച്ച് നിന്നിലേക്ക് തന്നെ വരും. കാരണം ജീവനില്ലാത്ത കല്ലുകൾ, സ്വത്രം, സംസാരിപ്പാൻ കഴിയാത്ത കല്ലുകൾ, നിന്റെ കണ്ണുനീര് കാണാൻ കഴിയാത്ത കല്ലുകൾ, നിന്റെ ഹൃദയത്തിന്റെ വേദന തൊട്ടറിയാൻ കഴിയാത്ത കല്ലുകൾ, അതിന്റെ മുമ്പിൽ ചെന്ന് ദൈവമാണെന്ന് പറഞ്ഞ് ഒരു പോട്ടനെ പോലെ നീ പറയുമ്പോ കുഞ്ഞെ, നിനക്ക് മറുപടി കിട്ടത്തില്ല കേട്ടോ. തിരുവെഴുത്ത് മൊത്തം പഠിക്കണം. അവിടെ ഇവിടെയും പറയുന്ന രണ്ട് വാക്ക് കേട്ടുകൊണ്ട് അവരും പറയുന്ന ചില ചൊല്ലുകളും ചൊല്ലിക്കൊണ്ട് നടന്നാൽ നീ കർത്താവിന്റെ മഹത്വം കാണത്തില്ല. കർത്താവിന്റെ മഹത്വം കാണണമെങ്കിൽ ഈ തിരുവെഴുത്ത് പറയുന്നത് എന്തെന്ന് വായിക്കണം, പഠിക്കണം. എന്നിട്ട് വചനത്തിൽ നീ നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്വത്രം. അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഈ പുസ്തകം ദൈവം കൊടുത്തേക്കുന്ന ലോകത്തിലെ നാനാ മതസ്ഥർക്കും അവരുടെ കരങ്ങളിൽ പുസ്തകം എത്തിപ്പാൻ സ്വർഗോന്നതിയിൽ പ്ലാൻ ചെയ്തിട്ട് സ്കൂളുകളിലൂടെയും തെരുവോരങ്ങളിലൂടെയും അനേക ഹൗസ് വിസിറ്റിങ്ങിലൂടെയൊക്കെ നിങ്ങളുടെയൊക്കെ കരങ്ങളിൽ ഈ പുസ്തകം തന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ട് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കൊണ്ടു പോകും. ദൈവമഹത്വത്തിൽ നിന്നെ അകറ്റിക്കൊണ്ടു പോകും. നിന്റെ മേൽ ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിന്റെ നീതി എടുത്ത് മാറ്റി നിന്നെ പാപത്തിലും ശാപത്തിലും കൊണ്ട് തകർക്കാൻ പിശാച് പദ്ധതി ഒരുക്കി. പല പദ്ധതികൾ കൊണ്ടുവരും. അതുകൊണ്ട് അതിനകത്ത് വീഴാതിരിപ്പാൻ ഈ പുസ്തകം നിനക്ക് തന്നെങ്കിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് ഇത് സത്യമാണെങ്കിൽ, എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമെന്ന് കുഞ്ഞെ നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. എൻ്റെ കർത്താവ് നിന്റെ വാക്കിന്റെ മുമ്പിൽ ഇറങ്ങി വരും കുഞ്ഞെ. സ്വത്രം. ഇത് പെന്തിക്കോസുകാരുടെ കുത്തകയല്ല കേട്ടോ, ഇത് ക്രിസ്ത്യാനിയുടെ കുത്തകയല്ല കേട്ടോ. അവര് ചുമക്കുന്നത് കൊണ്ട് ഞാൻ ചുമന്നാൽ എനിക്ക് നാണക്കേട് വരുമെന്ന് പറഞ്ഞ് ഇത് ചുമക്കാതെ ഇരിക്കണ്ട. ഇത് ചുമക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിൾ അവസാന പുസ്തകമുണ്ട്. അവസാന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
1-ാം അധ്യായത്തിലെ സ്വത്രം അതിന്റെ പ്രാരംഭത്തിൽ തന്നെ സ്വത്രം ഈ തിരുവഴുത്തിലെ വചനം വായിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. സ്വത്രം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വത്രം. എൻ്റെ കർത്താവ് അനുഗ്രഹിക്കാമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് ശക്തി നിനക്കെതിരെ നിന്നാലും സ്വർഗത്തിലെ അനുഗ്രഹം നീ നിന്റെ സന്തതിയും കാണും. നോക്ക് നയമാൻ. സ്വത്രം. നോക്ക് അവൻ ഇങ്ങനെയാണ് പറയുന്നത്, ശരി നീ പറഞ്ഞത് കൊണ്ട് നമുക്ക് പോകാം. നോക്കി ഏലിശ പ്രവാചകനെ തേടി സ്വത്രം നയമാനും കൂട്ടനും ചെല്ലുമ്പോൾ ഏലിശ പ്രവാചകൻ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പറയുക, ഇങ്ങോട്ട് വരണ്ട, അവനോട് പറ യോർദാനിൽ പോയി സ്വത്രം 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ. സ്വത്രം. നോക്ക്, ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാടുക മേധസ്സിനേക്കാളും നല്ലതെന്ന് പറഞ്ഞെങ്കിൽ പറയുന്നത് കേട്ട് ആര് അനുസരിക്കുമോ അവൻ അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. അത് തള്ളിക്കളയാൻ ശപിക്കപ്പെടും. വിശുദ്ധ തിരുവഴുത്ത് പറയുന്നു, നീ വില കൊടുത്തിട്ടല്ല നിന്നെ ദൈവം സ്നേഹിച്ചത്, അവൻ നിനക്ക് വില തന്നതാ. സ്വത്രം. നിന്നെ വീണ്ടെടുത്തത് അങ്ങനാണെങ്കിൽ ആ വീണ്ടെടുത്ത ദൈവത്തിനറിയാം നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ക്രമപ്പെടുത്തുവാൻ, നിന്റെ ജീവിതത്തിൽ വേണ്ടുന്ന വഴികൾ നന്മകൾ തരുവാൻ ആ ദൈവത്തിനറിയാം. പക്ഷേ നീ ചോദിക്കാത്തടത്തോളം കാലം, നീ അപ്പന്റെ കൂടെ നിൽക്കാത്തടത്തോളം കാലം, അപ്പന്റെ ഇഷ്ടം അനുസരിക്കാത്തടത്തോളം കാലം നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ കാണത്തില്ല. അല്ലാതെ നീ കാണുന്ന മഹത്വമെല്ലാം ലോകത്ത് നിന്ന് ലഭിക്കുന്നതാ. ആ ലോകത്തു നിന്ന് ലഭിക്കുന്നതിന്റെ പിൻപിൽ രോഗവും കഷ്ടവും സാമ്പത്തിക നഷ്ടവും തകർച്ചയും വന്നിട്ട് നീ ഞരങ്ങി വേദനപ്പെട്ട് ഭയന്ന് നീ നിരാശപ്പെട്ട് ജീവിതം തള്ളി നീക്കേണ്ടി വരും. എന്നാൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്റെ കൂടാരത്തിൽ കരച്ചിലും പല്ലുകടി ഉണ്ടെന്നല്ല, ഉല്ലാസവും ജയവും ഘോഷമുണ്ടെന്ന്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആരാണ് നീതിമാൻ? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചവനാ നീതിമാൻ. ആ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം അത് പ്രാപിച്ചെടുപ്പാൻ പൂർണ്ണ ഹൃദയത്തോടെ അപ്പന്റെ കരത്തിൽ കൊടുക്ക്. നോക്ക്, അവൻ ഇങ്ങോട്ട് വരണ്ട, അവൻ ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. സ്വത്രം. ഭയങ്കര ദേഷ്യം വന്നു. തന്റെ സ്ഥാനം, മാനം, പദവി, അംഗീകാരം താൻ ആരാണെന്ന് പോലും അറിയാതെ തന്നോട് ഈ നിസാരമായ കാര്യം പറഞ്ഞ് ഇവൻ ആര് സ്വത്രം കുറ്റം പറഞ്ഞു, പരിഹസിച്ചു, ദേഷ്യം വന്നു. എൻ്റെ നാട്ടിൽ തെളിഞ്ഞൊഴുകുന്ന നദി ഉണ്ടായിട്ടും സ്വത്രം അവിടെ എങ്ങും കുളിക്കാൻ പറയാതെ ഈ കലങ്ങി മറിയുന്ന യോർദാനിൽ സ്വത്രം കുഞ്ഞ് കലങ്ങി മറിയുന്ന നിന്റെ ജീവിതം കലക്കവെള്ളത്തിൽ കഴുകുമ്പോൾ ശുദ്ധവെള്ളം സ്വർഗം നിനക്ക് തരും. സ്വത്രം. എൻ്റെ കർത്താവ് പറഞ്ഞത്, ലോകം തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കില്ല. എന്താണ് കർത്താവ് തരുന്ന വെള്ളം? മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. അത് നീ ഭക്ഷിച്ചാൽ നീ ഒരിക്കലും ലജ്ജിതയായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്ക്, യോർദാനിൽ മനസ്സോടെ 6 പ്രാവശ്യം മുങ്ങുമ്പോഴും സ്വത്രം ഞാനിങ്ങനെ പറയുകയാണ്, അവൻ പറഞ്ഞു കാണും എൻ്റെ കയ്യിലും കാലിലും എൻ്റെ ശരീരത്തിലും രോഗം മാറിയില്ല. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന പരിചാരകൻ പറഞ്ഞ വാക്കുറെ, യജമാനനെ 7 പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, 6 മാസമല്ലേ 6 പ്രാവശ്യമല്ലേ മുങ്ങിയുള്ളൂ, അതുകൊണ്ട് പ്ലീസ് ഒരിക്കൽ കൂടി പറയുന്നതനുസരിക്കുക യജമാനനെ. സ്വത്രം. നോക്ക്, വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാൾ അനുസരിക്കുന്ന മുട്ടാടുകൾ മേധസ്സിനേക്കാൾ നല്ലത്. അങ്ങനെയാണ് തെറിപ്പിച്ച് പോകാതെ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അത് അവസാനത്തോളം കാത്തുകൊണ്ട് ആ അപ്പന്റെ സന്നിധിയിൽ നീ നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ കാണും. നോക്ക്, 7ാമത്തെ പ്രാവശ്യം താൻ മുങ്ങി പൊങ്ങുമ്പോൾ സ്വത്രം ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലെ തന്റെ രോഗം മാറി താൻ സൗഖ്യമുള്ളവനെ പുറത്തു വന്നു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക മാത്രമല്ല പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് നന്ദി പറയുക. സ്വത്രം. വ്യക്തമായി പറയട്ടെ, എലിശ ഇങ്ങനെ പറഞ്ഞു, സ്വത്രം എന്നോടല്ല നീ പറയണ, ദൈവത്തോട് പറ. നിന്നെ അസൗഖ്യമാക്കുന്നത് ഞാനല്ല, നീ വിശ്വസിച്ച ദൈവമാ. സ്വത്രം. നോക്ക്, ആ നയമാൻ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിക്കത്തില്ല, ജീവിക്കുന്ന
സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ഞാൻ ആരാധിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ രാജാവിൻ്റെ കൂടെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഞാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പിടി മണ്ണ് വേണം ഇവിടുന്ന്. അത് ഞാൻ ആ ക്ഷേത്രത്തിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ആരാധന കരയറ്റും. എന്നെ അതിന് അനുവദിക്കണമെന്ന് പ്രവാചകനടുക്കൽ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സൗഖ്യത്തോടെ മടക്കി അയക്കുന്ന ഒരു പ്രവാചകൻ ഭൂതലത്തിൽ ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം നിനക്ക് തന്ന് നിന്നെ ഭൂതലത്തിൽ ഉയർത്തി മാനിച്ച് നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പുത്രനായി ക്രിസ്തു നിന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്കൊരനർത്ഥവും വന്നു ഭവിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് നീ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നിന്റെ കൂട്ടാളി മാത്രമല്ല, നീ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം എവിടെ നിന്ന് വന്നെന്നറിയാമോ? അബ്രഹാമിലൂടെ വന്നതാ. വ്യക്തമായി വിശ്വസിക്ക്. ആ അബ്രഹാമിന്റെ സന്തതിയായ യേശു ക്രിസ്തു നിന്നോട് വാക്ക് പറഞ്ഞ് നീ അത് കേട്ടെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. സ്വത്രം. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. സ്വത്രം. കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും വരുമ്പോൾ കർത്താവിനെ ഇട്ടേച്ച് പോകാതെ, ദൈവത്തിന്റെ വചനം തള്ളിയിട്ട് ലോകത്തിലേക്ക് പോകാതെ, അവൻ എന്നെ ഞാൻ അവനെ ജീവിക്കുമെന്ന് പൂർണ്ണമായി പറഞ്ഞ് ദൈവത്തോട് കൂടെ നില്ലു കുഞ്ഞെ. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. വ്യക്തമായി പറയട്ടെ, ആ നയമാൻ ദൈവത്തിന്റെ മഹത്വം കണ്ടത് ഒരു കൊച്ചു പെൺകുഞ്ഞിലൂടെ എങ്കിൽ കുഞ്ഞെ, നീ പലപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ടിട്ടുണ്ട്. നീ കരഞ്ഞു വിലപിച്ച് വേദനപ്പെട്ട് ഒറ്റപ്പെട്ട് പലരോടും നിന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അവരൊക്കെ സോറി പറഞ്ഞ് അകന്നു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാശ്വാസവും വിടുതലുമാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ വേദനകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ലോകത്തിലെ മനുഷ്യനടുക്ക് പറയാതെ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഉയരങ്ങളിലേക്ക് നോക്കി, പരിശുദ്ധനെ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയാൻ നീ തയ്യാറാകുമെങ്കിൽ കുഞ്ഞ, ഈ നല്ല പകലിൽ വ്യക്തമായി ഞാൻ പറയട്ടെ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ കാണും. നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്റെ കുഞ്ഞുങ്ങളെ താഴ്ത്തിക്കെട്ടിയവർ, നിന്നെ ദേശത്ത് നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞവർ നിന്നെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം നിന്നിലൂടെ തിരിച്ചറിയും. വചനം പറയുന്നു, നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി നിങ്ങൾ ഇരിക്കുമെങ്കിൽ, ഫിലിപ്പിയർ ലേഖനം 4:19 പറയുന്ന പ്രകാരം നീ അനുഗ്രഹിക്കപ്പെടും. കാരണം എന്താണ് പറയുന്നതെന്നറിയാമോ? നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും, നിന്റെ ആവശ്യങ്ങളൊക്കെയും, നിന്റെ ഇല്ലായ്മകളൊക്കെയും, നിന്റെ വല്ലായ്മകളൊക്കെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മഹിമയുടെ വല്ലഭത്വത്തിനൊത്തവണ്ണം അവൻ നിന്നെ തന്നു നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് നിന്നെ അനാഥനായി വിടുകയില്ല. നിന്നെ അനാഥനായി വിടുകയില്ല. എല്ലാ കാലവും കരഞ്ഞു വിലപിച്ച് മറ്റൊരു മുമ്പിൽ തന്നെ തല കുനിച്ച് നിൽപ്പാൻ നിന്നെ വിടത്തില്ല കുഞ്ഞെ. നീ വിശ്വസിക്ക്. എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന്. യേശുവിന്റെ നാമത്തിൽ ആ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നയമാൻ കണ്ട അത്ഭുതം പോലെ നിന്റെ ജീവിതത്തിൽ നിനക്കും കാണാൻ കഴിയും. സ്വോത്രം. നോക്ക്, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. എല്ലാവരും സിയോനിൽ ചെന്നു ചേരും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ ചെവി ചായ്ക്കണമേ. ഞങ്ങളുടെ പരിചായ ദൈവമേ നോക്കണമേ. നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ നീ കടാക്ഷിക്കണമേ. വ്യക്തമായി പറയട്ടെ, നോക്കണമേ, തരണമേ, കടാക്ഷിക്കണമേ, തള്ളിക്കളയല്ലേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സലിവ് തോന്നിയെങ്കിൽ, നിന്നെ ഇന്നുവരെയും നടത്തി ഇവിടത്തോളം കൊണ്ടുവന്നെങ്കിൽ, വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ മഹത്വം നീ കാണും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്റെ കുഞ്ഞുങ്ങളും സന്തോഷിക്കും. പഴിച്ച ലോകം നിന്നോട് ചേർന്ന്
വന്ന് നിന്റെ ദൈവത്തെ ആരാധിക്കും. കുഞ്ഞെ, ലോകത്തിൽ വലിയ വീടില്ലെങ്കിലും, വലിയ കാറില്ലെങ്കിലും, വലിയ ജീവിതമായ സാഹചര്യങ്ങളില്ലെങ്കിലും, ആയുസ്സും ആരോഗ്യവും ബലവും നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നതിന്റെ 1000 മടങ്ങ് ഈ ഭൂതലത്തിൽ പ്രാപിച്ച് നിത്യരാജ്യത്തിൽ എത്തിച്ചേരുന്ന നാൾ വരെയും നിന്റെ വലങ്കരത്തിൽ സ്വർഗം പിടിച്ചിരിക്കും. വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയെയും സ്വർഗം നിന്നെ വിട്ട് തകർക്കാൻ അനുവദിക്കത്തില്ല. വ്യക്തമായി വിശ്വസിക്ക്, അവൻ നിന്നോട് കൂടെയുണ്ട്. ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ആ കപ്പന്റെ കരത്തിൽ നമുക്ക് പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചലർന്ന സിംഹം പോലെ ആ രവിഴികളെ ചൂടാടി സഞ്ചരിക്കുമ്പോൾ പിശാചിന്റെ കരത്തിൽ വിട്ടുകൊടുക്കാതെ തന്റെ ഉള്ളം കരത്തിൽ നിന്നെ വഹിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ലോകം നിന്നെ പഴിക്കുമ്പോൾ, ലോകം പറയുന്നത് കേട്ട് നീ ഒരിക്കലും പിന്മാറരുത്. കാരണം നിന്നെ കരുതിയവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അങ്ങനെയാണെങ്കിൽ നീ ചോദിച്ചതിലും ചിന്തിച്ചതിലും നനച്ചതിലും ഉപരിയായി തന്ന് ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 91:16 പറയുന്ന പ്രകാരം ദീർഘായുസ് കൊണ്ട് കർത്താവ് നിനക്ക് തൃപ്തി വരുത്തും. വഴിയിൽ രോഗം വന്ന് തകർന്നു വീഴാൻ സ്വർഗം അനുവദിക്കത്തില്ല. പ്രതികൂലങ്ങളുടെ കാറ്റാഞ്ഞു വീശി നീ തകർന്നു വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ നീ തലകുനിച്ച് നടക്കാൻ സ്വർഗം സമ്മതിക്കത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ, അനുസരണമുള്ളവനായി, താഴ്മയോടെ, വിനയത്തോടെ, ദൈവ സ്നേഹത്തിൽ നീ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് ആഗ്രഹിക്കുഞ്ഞ് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വന്നു ഭവിക്കും. സ്വർഗത്തിലെ അപ്പൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് സങ്കീർത്തനം 91:16 ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തി അവനെ രക്ഷയെ നിനക്ക് കാണിച്ചു തരും. സ്വത്രം ഒരു കോഴി തന്റെ കുഞ്ഞിനെ തന്റെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, രോഗത്തിന്റെ സാഹചര്യങ്ങളിൽ, കണ്ണുനീരിന്റെ സാഹചര്യങ്ങളിൽ നിന്നെ കൈവിടാതെ സ്വർഗം നിന്നെ കാക്കും. സങ്കീർത്തനം 102:6-7 പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയെന്ന്. അങ്ങനെയെങ്കിൽ നീ തരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വചനം എടുത്തു വെച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ചെയ്യാൻ നീ സമയം കണ്ടെത്തുമെങ്കിൽ ലോകത്തിൽ നീ ഉന്നതനാകും. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നീ തല ഉയർത്തി നിന്നുകൊണ്ട് പറയും, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റു നാമമില്ല എന്ന്. ആ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നയമാൻ ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ വചനങ്ങൾ ആ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.